ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ: ഹൗ മെനി ഒബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ്? ഓപ്ഷൻസ് 1, 2, 3, 4. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം. സ്ട്രിംഗ് str1 ഈക്വൽ ടു ന്യൂ സ്ട്രിംഗ് വിത്തിൻ പരാന്തസിസ് വിത്തിൻ ഡബിൾ കോട്ട്സ് സ്ട്രിംഗ് വാല്യൂ പാസ് ചെയ്തിരിക്കുകയാണ്. ഈ ലൈൻ ഓഫ് കോഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് സ്ട്രിംഗ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഹീപ്പ് മെമ്മറിയിൽ ക്രിയേറ്റ് ആകും വിത്ത് ദ വാല്യൂ കേരള. ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് റെഫറൻസ് വേരിയബിൾ str1 സ്റ്റോർ ആകും. എഗെയിൻ ഒരു സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ് യൂസിങ് ന്യൂ ഓപ്പറേറ്റർ. സെയിം സ്ട്രിംഗ് വാല്യൂ ആണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തിരിക്കുന്നത്. സെയിം സ്ട്രിംഗ് വാല്യൂ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്താലും ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹീപ്പ് മെമ്മറിയിൽ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകും. ന്യൂ ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് റെഫറൻസ് വേരിയബിൾ str2 സ്റ്റോർ ആകും. നെക്സ്റ്റ് സ്ട്രിംഗ് str3 ഈക്വൽ ടു വിത്തിൻ ഡബിൾ കോട്ട്സ് സ്ട്രിംഗ് വാല്യൂ എഴുതിയിരിക്കുവാണ്. ഡബിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിനെ സ്ട്രിംഗ് ലിറ്ററൽ എന്നാണ് പറയുന്നത്. ഈ ലൈൻ ഓഫ് കോഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ് യൂസിങ് സ്ട്രിംഗ് ലിറ്ററൽ. സ്ട്രിംഗ് ലിറ്ററൽ യൂസ് ചെയ്ത് സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രിംഗ് ലിറ്ററൽ ഹീപ്പ് മെമ്മറിയിലെ ഒരു സ്പെസിഫിക് റീജിയൻ ആയിട്ടുള്ള സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് പൂളിൽ സ്റ്റോർ ആകും. സ്ട്രിംഗ് ലിറ്ററൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ അഡ്രസ് റെഫറൻസ് വേരിയബിൾ str3 സ്റ്റോർ ആകും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സ്ട്രിംഗ് str4 ഈക്വൽ ടു വിത്തിൻ ഡബിൾ കോട്ട്സ് സ്ട്രിംഗ് വാല്യൂ എഴുതിയിരിക്കുവാണ്. എഗെയിൻ സ്ട്രിംഗ് ലിറ്ററൽ യൂസ് ചെയ്ത് സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. സോ ജാവ വെർച്വൽ മെഷീൻ ഫസ്റ്റ് ഈ പെർട്ടിക്കുലർ സ്ട്രിംഗ് ലിറ്ററൽ സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് പൂളിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് സ്ട്രിംഗ് ലിറ്ററൽ മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സ് റെഫറൻസ് വേരിയബിൾ str4 സ്റ്റോർ ആകും. സ്ട്രിംഗ് ലിറ്ററൽ ഓൾറെഡി പ്രസൻറ്റ് അല്ലെങ്കിൽ പുതിയൊരു സ്ട്രിംഗ് ഒബ്ജക്റ്റ് സ്ട്രിംഗ് പൂളിൽ ക്രിയേറ്റ് ആകും. ക്രിയേറ്റ് ചെയ്ത മെമ്മറി ലൊക്കേഷൻ അഡ്രസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഹിയർ str3 ആൻഡ് str4 പോയിൻറ്റ്സ് ടു ദ സെയിം മെമ്മറി ലൊക്കേഷൻ. സോ ടോട്ടൽ 3 ഒബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ടെസ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. മെയിൻ ഫംഗ്ഷൻ എഴുതാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ വിത്തിൻ പരാന്തസിസ് സ്ട്രിംഗ് ആർഗ്സ് സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ് യൂസിങ് ന്യൂ ഓപ്പറേറ്റർ. സ്ട്രിംഗ് str1 ഈസ് ഈക്വൽ ടു ന്യൂ സ്ട്രിംഗ് വിത്തിൻ പരാന്തസിസ് വിത്തിൻ ഡബിൾ കോട്ട്സ് സ്ട്രിംഗ് വാല്യൂ പാസ് ചെയ്യുവാണ്. എഗെയിൻ സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ് യൂസിങ് ന്യൂ ഓപ്പറേറ്റർ. സ്ട്രിംഗ് str2 ഈസ് ഈക്വൽ ടു ന്യൂ സ്ട്രിംഗ് വിത്തിൻ പരാന്തസിസ് വിത്തിൻ ഡബിൾ കോട്ട്സ് സെയിം സ്ട്രിംഗ് വാല്യൂ പാസ് ചെയ്യുവാണ്. നെക്സ്റ്റ് കമ്പയർ ചെയ്യാം. റെഫറൻസ് വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ് ഈക്വൽ ആണോ എന്ന് നോക്കാം. ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ദെൻ പ്രിൻറ്റ് ഈക്വൽ, എൽസ് പ്രിൻറ്റ് ചെയ്യാം നോട്ട് ഈക്വൽ. ഇവിടെ ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് സ്ട്രിംഗ് വാല്യൂ സെയിം ആയിരുന്നാലും റെഫറൻസ് വേരിയബിൾ ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനിലോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. സോ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് നോട്ട് ഈക്വൽ ആണ്.
ഫയൽ സേവ് ചെയ്യാം. കമ്പൈൽ ചെയ്യാം. ജാവാസി സ്പേസ് ഫയൽ നെയിം ഡോട്ട് ജാവ. എറേഴ്സ് ഇല്ല. നെക്സ്റ്റ് റൺ ചെയ്യാം. ജാവ സ്പേസ് ഫയൽ നെയിം. യെസ്, എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്പുട്ടാണ് കിട്ടിയിരിക്കുന്നത്, നോട്ട് ഈക്വൽ. നെക്സ്റ്റ് സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ് യൂസിങ് സ്ട്രിംഗ് ലിറ്ററൽ. string str1 is equal to within double quotes string value എഴുതുവാണ്. again string object ക്രിയേറ്റ് ചെയ്യുവാണ് യൂസിങ് string literal. സെയിം string literal ആണ് എഴുതുന്നത്. സോ സെയിം string literal ആയതുകൊണ്ട് റെഫറൻസ് വേരിയബിൾ str1 ആൻഡ് str2 സെയിം മെമ്മറി ലൊക്കേഷനിലോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഈക്വൽ ആണ്. യെസ്, എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്പുട്ടാണ് കിട്ടിയിരിക്കുന്നത്, ഈക്വൽ.